പ്ലസ് ടു കെമിസ്ട്രിയിലെ കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിന്റെ 6ാം ഭാഗത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ്, സീറോ ഓർഡർ, ഫസ്റ്റ് ഓർഡർ, ഹാഫ് ലൈഫ് പീരീഡ് ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ NCERT ടെക്സ്റ്റിലെ വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾസും ഉണ്ട്, ഇൻഡെക്സ് ക്വസ്റ്റ്യൻസുമാണ് ചെയ്യുന്നത്. ഈ ടോപ്പിക്കിൽ നിന്ന് ഫ്രീക്വന്റ് ആയിട്ട് പബ്ലിക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് ഉറപ്പിക്കാം. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുക. ഞാൻ പറയുന്നത് പോലെ, എപ്പോഴും പറയുന്നത് പോലെ തന്നെ പ്രോബ്ലംസ് കാണുമ്പോൾ തന്നെ അത് ചെയ്യാൻ പറ്റില്ല എന്നൊരു ധാരണ മനസ്സിലുണ്ടാക്കി വെക്കരുത്. സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ച ഇക്വേഷൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ട്രൈ ചെയ്യാതെ പോകരുത്. ഓക്കെ, സോ ദി ഫസ്റ്റ് പ്രോബ്ലം, the initial concentration of N2O5 in the following first order reaction. ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ. N2O5 gives 2NO2 plus half O2 was 1.24 into 10 raised to minus 2 mole per liter at 318 Kelvin. The concentration of N2O5 after 60 minutes was 0.2 into 10 raised to minus 2 mole per liter. Calculate the rate constant of the reaction at 318 Kelvin. എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? റേറ്റ് കോൺസ്റ്റന്റ്. റേറ്റ് കോൺസ്റ്റന്റ് ഏത് ഓർഡറിന്റെയാണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ. അപ്പൊ റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാമോ? ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ അറിയില്ലേ? ഇവിടെ 2 ടൈമിലുള്ളതാണ് തന്നിരിക്കുന്നത്. അപ്പൊ 2 ടൈമും 2 കോൺസെൻട്രേഷനും തന്നിരിക്കുമ്പോൾ നമ്മൾ ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്? പറഞ്ഞേ. K is equal to 2.303 divided by T2 minus T1 log molar concentration of R1 divided by molar concentration of R2. ഇതല്ലേ ഇക്വേഷൻ? നമ്മൾ പഠിച്ചത് 2.303 ഡിവൈഡ് ബൈ ടി. ഇവിടെ ടിക്ക് പകരം എന്ത് വന്നു? T2 മൈനസ് T1 ലോഗ് R0 ബൈ R എന്നാണ് പഠിച്ചത്. R0 എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, ഇവിടെ ഫസ്റ്റ് കോൺസെൻട്രേഷൻ. നൗ R2 എന്ന് പറയുന്നത് T2 എന്ന് പറയുന്ന ടൈമിലെ കോൺസെൻട്രേഷൻ. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചില്ലായിരുന്നു. നൗ R1 ഉം R2 നമുക്ക് എഴുതാം. R1 is equal to 1.24 into 10 raised to minus 2 mole per liter. Okay. R2 is equal to എന്താണ്? 0.2 into 10 raised to minus 2 mole per liter. Okay. T1 എന്ന് പറയുന്നത് എന്താണ്? 0 മിനിറ്റ് ആണ്. T2 എന്ന് പറയുന്നത് എന്താണ്? 60 ആണ്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ശ്രദ്ധിച്ചോണേ. K is equal to 2.303 divided by T2 60 minus 0 into log molar concentration of R1 എന്താണ്? 1.24 into 10 raised to minus 2. യൂണിറ്റ് ഞാൻ എഴുതുന്നില്ല, കാരണം കട്ടായി പോകും. സെയിം യൂണിറ്റ് തന്നെയാണ് താഴെ എഴുതാൻ പോകുന്നത്. 0.2 into 10 raised to minus 2. അപ്പൊ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ 0.0304 യൂണിറ്റ് ഏത് വരും? ഡിനോമിനേറ്ററിലെ ടൈം ആണ്. അപ്പൊ ടൈമിന്റെ യൂണിറ്റ് എന്താണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്? മിനിറ്റ് ആണ്. അപ്പൊ മിനിറ്റ് ഇൻവേഴ്സ് എന്ന് വരും. ഇനി നമ്മളോട് സെക്കൻഡിലാണ് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നതെങ്കിൽ ഈ മിനിറ്റിനെ എന്താക്കി മാറ്റിയാൽ മതി? സെക്കൻഡ് ആക്കി മാറ്റിയാൽ മതി. എന്ത് ചെയ്യണം മിനിറ്റിനെ സെക്കൻഡ് ആക്കാനായിട്ട്? അപ്പോൾ ശ്രദ്ധിച്ചു, 0.0304 ഡിവൈഡഡ് ബൈ മിനിറ്റ് എന്നാണ് വരുന്നത്. മിനിറ്റിനെ സെക്കൻഡ് ആക്കാൻ ഇൻറ്റു 60 വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് ഇൻവേഴ്സിലുള്ള ആൻസർ കിട്ടും. ഓക്കെ, ചെയ്ത് നോക്കണം കേട്ടോ. സിമ്പിൾ അല്ലേ? നൗ ദ സെക്കൻഡ് പ്രോബ്ലം. The following data were obtained during the first order thermal decomposition of N2O5 at constant volume. 2N2O5 gives 2N2O4 plus O2. ഇതാണ് ഇക്വേഷൻ. നമുക്ക് കിട്ടിയ ഡാറ്റാസ് ആണ് എഴുതിയിരിക്കുന്നത്. ടൈം ഇൻ സെക്കൻഡ് ആൻഡ് ടോട്ടൽ പ്രഷർ ഇൻ ATM. 0 സെക്കൻഡില്, അതായത് 0 ടൈമില് പ്രഷർ എന്ന് പറയുന്നത് 0.5 ATM ആണ്. 100 സെക്കൻഡില് 0.512 ആണ് പ്രഷർ. ഓക്കെ, ഇനി
എന്താണ് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദി റേറ്റ് കോൺസ്റ്റന്റ്. ഇവിടെ പ്രഷർ ആണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഗ്യാസ് ഫേസ് റിയാക്ഷന്റെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് നമ്മൾ എഴുതേണ്ടത്, ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. അതേതാണ് ഫസ്റ്റ് ഓർഡറിന്റെ? ഒന്ന് പറഞ്ഞേ, കെ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഏതാണ്? കെ ഈസ് ഈക്വൽ ടു 2.303/T ലോഗ് കോൺസെൻട്രേഷന്റെ ടേംസിലാണ് എങ്കിൽ എങ്ങനെയാ വരുന്നത്? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 എന്നല്ലേ വരുന്നത്. അപ്പൊ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ ഇവിടെ അതിന് പകരം എന്ത് വരും? ഇനീഷ്യൽ പ്രഷർ, ദാറ്റ് ഈസ് PI ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ അറ്റ് എനി ടൈം T ആണ്. അപ്പൊ നമ്മൾ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ആണ് ഇവിടെ നോക്കേണ്ടത്. അപ്പൊ ഇവിടെ റിയാക്ടന്റിന്റെ പ്രഷർ, അതായത് N2O5ന്റെ പ്രഷർ. സോ ഞാൻ ഇവിടെ ജനറൽ ആയിട്ട് PA എന്ന് തന്നെ എഴുതുകയാണ്, പ്രഷർ ഓഫ് A. അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് N2O5 അല്ലെങ്കിൽ ടോട്ടൽ പ്രഷർ ഓഫ് N2O5 നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തപ്പോൾ നമ്മൾ പഠിച്ചതാണല്ലേ അത്. ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം. N2O5 സപ്പോസ് ഇവിടെ നോക്കിക്കേ, T ഈസ് ഈക്വൽ ടു 0 ടൈമിൽ റിയാക്ഷൻ ഒന്നും നടന്നിട്ടില്ല. അപ്പൊ ഈ N2O5ന്റെ പ്രഷർ എന്ന് പറയുന്നത്, ഇനീഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? 0.5 atm ആണ്. റിയാക്ഷൻ ഒന്നും നടന്നിട്ടില്ല. അപ്പൊ പ്രോഡക്റ്റ് ആയി N2O4ന്റെ പ്രഷർ 0 atm, ഓക്സിജന്റെ പ്രഷർ 0 atm. ഓക്കെ, ആൻഡ് അറ്റ് ടൈം T എന്ന് പറയുന്ന ടൈമില് 2x പ്രഷർ N2O5ന്റെ കുറഞ്ഞു എന്ന് വിചാരിക്കുക. 2 മോൾ N2O5 നിന്ന് 2 മോൾ N2O4 1 മോൾ O2 ആണ് കിട്ടിയത്. അപ്പൊ ഇവിടെ 2x കുറഞ്ഞാല് ഇവിടെ എത്ര കൂടി? 2x കൂടി. ഇവിടെയോ x. മനസ്സിലായല്ലോ? സോ ഇപ്പൊ ഇവിടുത്തെ പ്രഷർ എങ്ങനെ എഴുതും? 0.5 മൈനസ് 2x. ഇനീഷ്യലി 0.5 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് കുറഞ്ഞു, 2x കുറഞ്ഞു. സോ 0.5 മൈനസ് 2x atm ആയി മാറി. ഇവിടെയോ അത് 2x atm ആയിട്ട് മാറി. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് x atm ആയിട്ട് മാറി. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് P ടോട്ടൽ എങ്ങനെ കണ്ടുപിടിക്കാം. P ടോട്ടൽ ഈസ് ഈക്വൽ ടു ഈ പാർഷ്യൽ പ്രഷേഴ്സിന്റെ എല്ലാ സമ്മ PN2O5 പ്ലസ് PN2O4 പ്ലസ് PO2. ശരിയല്ലേ? ഇനി ഈ വാല്യൂസ് എല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ 0.5 മൈനസ് 2x, അതല്ലേ പ്രഷർ ഓഫ് N2O5. 0.5 മൈനസ് 2x പ്ലസ് N2O4ന്റെ 2x, then ഓക്സിജന്റെ x. അപ്പൊ പ്ലസ് 2xും മൈനസ് 2xും ക്യാൻസൽ ചെയ്ത് പോകും. എന്നിട്ട് എന്ത് കിട്ടും? 0.5 പ്ലസ് x. സോ P ടോട്ടൽ ഈസ് ഈക്വൽ ടു 0.5 പ്ലസ് x, or x ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? PT മൈനസ് 0.5 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഈ എക്സിന്റെ വാല്യൂ നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം, N2O5ന്റെ പ്രഷർ ഇക്വേഷനിൽ. കാരണം നമുക്ക് വേണ്ടത് ആരുടെ പ്രഷറാണ്? N2O5ന്റെ പ്രഷറാണ്. സോ PN2O5 is equal to എന്ത് കിട്ടും? 0.5 മൈനസ് 2x. എക്സിന് പകരം ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കണം? PT മൈനസ് 0.5. So this is equal to 0.5 minus 2PT plus 1. 2 minus 2 into minus 0.5 ന്റെ വാല്യൂ 1 എന്നാണ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും 1.5 മൈനസ് 2PT എന്ന ആൻസർ കിട്ടും. എത്രയാണ് കിട്ടുന്നത്? 1.5 മൈനസ് 2PT എന്ന് കിട്ടും. അപ്പൊ പ്രഷർ ഓഫ് N2O5 നമുക്ക് കിട്ടി. ഇനി T is equal to 100 സെക്കൻഡ്. T is equal to 100 സെക്കൻഡില് PT എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? 0.512 ആണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ PTയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാലോ. Therefore PN2O5 is equal to 1.5 minus 2 into 0.512 എന്ന് കിട്ടും. So pressure of N2O5 is equal to 0.476 atm എന്ന് നമുക്ക് കിട്ടും. So pressure of N2O5 നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പൊ നമ്മുടെ
ആദ്യം നമ്മൾ എന്താണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മളൊന്ന് കണ്ടുപിടിക്കുക. റേറ്റ് കോൺസ്റ്റന്റ് ആണ്. അത് ഏത് ഓർഡറിന്റെയാണ്? ഫസ്റ്റ് ഓർഡറിന്റെയാണ്. ഗ്യാസ് ഫേസ് റിയാക്ഷൻ ആണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതിയതിനു ശേഷം ഇതിനകത്ത് ഇനീഷ്യൽ പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട്. സോ പി എ എന്ന് പറയുന്നത് റിയാക്ടന്റിന്റെ പ്രഷറാണ്. ആ റിയാക്ടന്റിന്റെ പ്രഷർ ഇവിടെ N2O5 ആണ്. അപ്പൊ N2O5ന്റെ പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടി പി ടോട്ടൽ നമ്മൾ കണ്ടുപിടിച്ചു. പി ടോട്ടലിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? N2O5 കണ്ടുപിടിച്ചു. അവിടെ പി ടോട്ടലിന്റെ വാല്യൂ തന്നിരിക്കുന്നത് വെച്ചിട്ടാണ് നമ്മൾ N2O5ന്റെ വാല്യൂ കണ്ടുപിടിച്ചത്. Now substitute in this equation. കൊടുക്കുമ്പോൾ എങ്ങനെ വരും? K is equal to 2.303 by time എന്താണ്? 100. So 100 സെക്കൻഡില് ലോഗ് PI എന്താണ്? 0.5 ATM divided by PA യുടെ വാല്യൂ എത്രയാണ്? നമ്മളിവിടെ കണ്ടല്ലോ 0.476 ATM. രണ്ടിന്റെ യൂണിറ്റ് ക്യാൻസൽ ചെയ്ത് പോകും. അവിടെ ഞാൻ യൂണിറ്റ് എഴുതുന്നില്ല. ഇവിടെ യൂണിറ്റ് എന്ന് പറയുന്നത് കെയുടെ യൂണിറ്റ് ആരുടെ യൂണിറ്റ് ആണ്? ടൈമിന്റെ യൂണിറ്റ് ആണ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ K is equal to 4.98 into 10 raised to minus 4. യൂണിറ്റ് എന്ത് വരും? സെക്കൻഡ് ഇൻവേഴ്സ്. Okay. Now next problem. A first order reaction is found to have a rate constant. K is equal to 5.5 into 10 raised to minus 14 second inverse. Find the half-life of the reaction. ഏത് ഓർഡറിന്റെയാണ്? ഫസ്റ്റ് ഓർഡറിന്റെ. ഫസ്റ്റ് ഓർഡറിന്റെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? ഹാഫ് ലൈഫ്. അപ്പൊ ഫസ്റ്റ് ഓർഡറിന്റെ ഹാഫ് ലൈഫ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഏതാണ്? പഠിച്ചതല്ലേ നമ്മള്? T half is equal to, അതൊക്കെ കാണാതെ പഠിച്ചു വെക്കണം കേട്ടോ. 0.693 by K. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സിമ്പിൾ പ്രോബ്ലം ആണ്. So T half is equal to 0.693 by K യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 5.5 into 10 raised to minus 14 second inverse. So ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ 1.26 into 10 raised to 13 second എന്ന് കിട്ടും. ഇത് ഒരു വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾ ആണ്. Show that in a first order reaction, time required for completion of 99.9% is 10 times of T half of the reaction. അപ്പോൾ എന്താ ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ടൈം റിക്വയർഡ്. ടൈം എന്ന് പറയുന്നത് T ഹാഫിന്റെ 10 ടൈംസ് ആണെന്ന് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആദ്യം ടൈം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണല്ലേ. അപ്പൊ അതില് T കണ്ടുപിടിക്കണം. ആ Tയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇതിന്റെ T ഹാഫിന്റെ 10 ടൈംസ് ആണെന്ന് ഒന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടൈം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? K is equal to 2.303 പറയാം ബാക്കി തരാം divided by T log molar concentration of R0 divided by molar concentration of R. Okay. ഇവിടെ നമുക്ക് T ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇവിടെ 100 ആണെന്ന് എടുക്കുക. 100ല് 99.9% തീർന്നു. അപ്പം ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എത്രയാണ്? 100 ആണ്. അങ്ങനെയാണ് എങ്കിൽ ഫൈനൽ കോൺസെൻട്രേഷൻ എത്രയേ ഉള്ളൂ? അതായത് കോൺസെൻട്രേഷൻ ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് 99.9% എത്രയാണ്? 100 മൈനസ് 99.9 എന്ന് പറയുന്നത് എത്രയാണ്? 0.1 ആണ്. 0.1 ഉള്ളൂ കോൺസെൻട്രേഷൻ. ഓക്കെ. നൗ ദെൻ T is equal to, ഇവിടെ T യുടെ ടേംസിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. 2.303 by K log R0 യുടെ വാല്യൂ എത്രയാണ്? 100. That divided by 0.1. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2.303 by K log 10 raised to 3. കാരണം 0.1 എന്നുള്ളത് 10 raised to minus 1 ആണ്. അത് മുകളിൽ വരുമ്പോൾ 10 raised to 1 ആകും. സോ 10 raised to 3 എന്ന് ഇവിടെ കിട്ടും. നമ്മൾ പഠിച്ചിട്ടുണ്ട് log a raised to x. എന്താണ്? log a raised to x is equal to x log a. അങ്ങനെയാണെങ്കിൽ log 10 raised to 3 എങ്ങനെ എഴുതാം? 3 log 10 എന്ന് എഴുതാം. log 10ന്റെ വാല്യൂ 1 ആണ്. അപ്പൊ ഇവിടെ എത്രയാണ് ആൻസർ കിട്ടുന്നത്? 3 ആണ് കിട്ടുന്നത്. സോ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും 6.909 by K. So T is equal to 6.909 by K എന്ന് കിട്ടും. ഇനി T
ടി ഹാഫ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? ടി ഹാഫ് ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? 0.693 ബൈ കെ. സപ്പോസ് നമുക്ക് ടൈം 20 ആണെന്ന് വിചാരിക്കുക. 20 മിനിറ്റ് ആണ്. ടി ഈസ് ഈക്വൽ ടു 20 മിനിറ്റ്. ടി ഹാഫ് എന്ന് പറയുന്നത് 5 ആണെന്ന് വിചാരിക്കുക. സപ്പോസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ 20 എന്ന് പറയുന്നത് ടി ഹാഫിന്റെ എത്ര ഇരട്ടിയാണ്? എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മൾ എന്ത് ചെയ്യും? ടി ഡിവൈഡഡ് ബൈ ടി ഹാഫ് ചെയ്യും അല്ലേ? അപ്പൊ 20 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അതായത് ടി ഹാഫിന്റെ 4 ടൈംസ് ആണ് എന്ത്? ടി എന്ന് പറയുന്നത്. അപ്പൊ ഇത് തന്നെ ഇവിടെയും ചെയ്താൽ പോരെ? ടി ഡിവൈഡഡ് ബൈ ടി ഹാഫ് ചെയ്യുമ്പോൾ എത്ര ഇരട്ടിയാന്ന് കിട്ടില്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ടി ഡിവൈഡഡ് ബൈ ടി ഹാഫ്, ടി ഡിവൈഡഡ് ബൈ ടി ഹാഫ് ഈസ് ഈക്വൽ ടു ടി എത്രയാണ്? 6.909 ഡിവൈഡഡ് ബൈ കെ. ടി ഹാഫ് എത്രയാണ്? 0.693 ബൈ കെ. അപ്പൊ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം അതിന്റെ റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇൻറ്റു കെ ഡിവൈഡഡ് ബൈ 0.693. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ അപ്രോക്സിമേറ്റ് ആയിട്ട് ഈ രണ്ട് വാല്യൂസും എക്സാക്ട്ലി സിമിലർ അല്ലെങ്കിലും ഇതിന്റെ ആൻസർ അപ്രോക്സിമേറ്റ് ആയിട്ട് എത്ര വരും? 10 എന്ന് വരും. സോ 10 ടൈംസ് ടി ഹാഫ് ആണ് എന്തെന്ന് പറയുന്നത്? ടി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളത് പ്രൂവ് ചെയ്തു. ഇത്തരം പ്രോബ്ലംസ് ഈ രീതിയിൽ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് ആൻ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഹാസ് എ റേറ്റ് കോൺസ്റ്റന്റ് 1.15 into 10 raised to minus 3 second inverse. How long will 5 gram of this reactant take to reduce to 3 gram? എന്താ കണ്ടുപിടിക്കേണ്ടത്? How long എന്ന് പറഞ്ഞാൽ ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? ടി, ടൈം ആണല്ലേ. ഏത് ഓർഡർ ആണ്? ഫസ്റ്റ് ഓർഡർ. ഏത് ഇക്വേഷൻ ആണ്? ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. അപ്പൊ നമുക്ക് ആദ്യം ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ എഴുതുമ്പോൾ തന്നെ അവിടെ പകുതി ഒരു ഹാഫ് മാർക്ക് കിട്ടും. സോ കെ ഈസ് ഈക്വൽ ടു 2.303 ബൈ ടി ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R അല്ലെ. അപ്പൊ അവിടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 തന്നിട്ടുണ്ട്. എത്രയാണ്? 5 ഗ്രാമിൽ നിന്ന് 5 gram ഓഫ് ദിസ് റിയാക്ടന്റ്. സോ 5 gram ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. നൗ റിഡ്യൂസ് ടു 3 gram. അപ്പൊ പ്രസന്റ് കോൺസെൻട്രേഷൻ എത്രയുണ്ട്? 3 gram ഉണ്ട്. സോ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ഈസ് ഈക്വൽ ടു 3 gram. ഓക്കെ, നൗ ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കെ തന്നിട്ടുണ്ടല്ലോ. സോ ഇവിടെ നമുക്ക് എഴുതാം ടി ഈസ് ഈക്വൽ ടു 2.303 ബൈ കെയുടെ വാല്യൂ എന്താ? കെ ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R. ഇനി നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 2.303 ബൈ കെയുടെ വാല്യൂ എന്താണ്? 1.15 into 10 raised to minus 3 second inverse. ഓക്കെ, ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 എന്ന് പറയുന്നത് 5 gram ആണ്. ഞാൻ യൂണിറ്റ് എഴുതുന്നില്ല, ഗ്രാം കട്ട് ചെയ്തു. ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R എന്ന് പറയുന്നത് 3 ആണ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ 443.8 സെക്കൻഡ് എന്ന് ആൻസർ. സിമ്പിൾ പ്രോബ്ലംസ് ആണ്. ഇത്തരം പ്രോബ്ലംസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. Now the next in-text question. Time required to decompose SO2Cl2 to half its initial amount is 60 minutes. 60 minutes ആണ് കേട്ടോ. If the decomposition is a first order reaction, calculate the rate constant of the reaction. ആൻസർ കിട്ടി അല്ലേ? സിമ്പിൾ അല്ലേ? SO2Cl2 ന്റെ കോൺസെൻട്രേഷൻ പകുതിയാകാൻ എടുത്ത സമയം എത്രയാണ്? 60 മിനിറ്റ് ആണ്. അപ്പം ടി ഹാഫിന്റെ ഇക്വേഷൻ അല്ലേ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അല്ലേ? സോ ടി ഹാഫ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? 0.693 ബൈ കെ. അപ്പൊ കെ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? 0.693 ബൈ ടി ഹാഫ് എത്രയാണ്? 60 മിനിറ്റ്. സോ 60 മിനിറ്റ് കൊടുക്കുക. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ 1.155 into 10 raised to minus 2 minute inverse. മിനിറ്റിലുള്ള വാല്യൂ കിട്ടും. ഇനി ഇതിന് സെക്കൻഡിലാക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞേ? ഒന്നുകൂടി പറഞ്ഞുതരാം. 1.155 into 10 raised to minus 2 അടിയിലല്ലേ മിനിറ്റ് വരുന്നേ? അതിനെ സെക്കൻഡ് ആക്കാൻ into 60. ഡിനോമിനേറ്ററിൽ 60 വെച്ചിട്ട്
മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ 1.925 into 10 raised to minus 4 സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പൊ മിനിറ്റിലും സെക്കൻഡിലുമുള്ള റേറ്റ് കോൺസ്റ്റന്റ് വാല്യൂ കിട്ടി. നമ്മൾ ചെയ്തത് ഇൻഡെക്സ് ക്വസ്റ്റ്യനും വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾസുമാണ്. ഇത് തന്നെ എടുത്ത് ചെയ്യാൻ കാരണമുണ്ട്. കാരണം ചിലപ്പോൾ ഇത് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഇതിനകത്ത് തന്നെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് നിങ്ങൾ നന്നായിട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ കണ്ടെത്തി വർക്ക്ഔട്ട് ചെയ്യുക. ഇന്ന് ചെയ്യിപ്പിച്ച പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.